തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്തുള്ള കീഴടി എന്ന ഗ്രാമത്തെക്കുറിച്ച് മുൻപും നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നും കീഴടിയാണ് വിഷയമെങ്കിലും കാര്യങ്ങൾക്ക് കുറച്ചുകൂടി മാറ്റമുണ്ട്. സമീപകാലത്തായി കീഴടി വിവാദങ്ങൾ കൊണ്ട് നിറയുകയാണ്. അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമസ്കാരം. ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീഴടിയിൽ നടത്തിയ ഖനനത്തിൻ്റെ പ്രാരംഭ ഘട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകൻ കെ അമർനാഥ് രാമകൃഷ്ണൻ ഇന്ത്യയുടെ പുരാതന ഭൂതകാലത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയുടെ കേന്ദ്ര കഥാപാത്രമായി മാറി. 2014 ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ദക്ഷിണേന്ത്യയിലെ ഒരു ആദ്യകാല നാഗരികതയുടെ തെളിവുകൾ വെളിച്ചത്ത് കൊണ്ടുവന്നത്. എന്നാൽ അദ്ദേഹം സമീപകാലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്ഖനന റിപ്പോർട്ട് തിരുത്തണം എന്ന ആവശ്യം നിരസിച്ചത് പുരാവസ്തുശാസ്ത്രം, രാഷ്ട്രീയം, സ്വത്വം എന്നിവയുടെ വികാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടു. അങ്ങനെ ASI റിപ്പോർട്ട് വൈകിയതിനെ തുടർന്നാണ് അമർനാഥ് രാമകൃഷ്ണനെ സ്ഥലം മാറ്റിയത്. അമർനാഥ് രാമകൃഷ്ണയുടെ കീഴടി ഉത്ഖനന റിപ്പോർട്ട് നിരസിക്കൽ കേന്ദ്രവും തമിഴ്നാട് സർക്കാരും തമ്മിൽ തർക്കത്തിലാകുന്നതിലാണ് ചെന്നെത്തിയത്. 2025 ജൂൺ 17 അമർനാഥ് രാമകൃഷ്ണ ന്യൂഡൽഹിയിൽ നിന്ന് ഗ്രേറ്റർ നോയിഡയിലേക്ക് വീണ്ടും സ്ഥലം മാറ്റി. നാഷണൽ മിഷൻ ഓൺ മോണമെൻറ്റ്സ് ആൻഡ് ആൻറ്റിക്വിറ്റീസിൻ്റെ കൂടി ഡയറക്ടറായും അതുവരെ സേവനമനുഷ്ഠിച്ചിരുന്ന ശ്രീ രാമകൃഷ്ണൻ ഇനി NMMAയുടെ മാത്രമേ ഡയറക്ടറാവൂ. 2007 സ്ഥാപിതമായ ഈ യൂണിറ്റ് പക്ഷേ ഏതാണ്ട് പ്രവർത്തനരഹിതമായ അവസ്ഥയിലാണ്. അതായത് ചുമ്മാ ഒരു ഡയറക്ടർ. 2014 2016 ഇടയിൽ തൻ്റെ നേതൃത്വത്തിൽ കീഴടിയിൽ നടത്തിയ ഖനനത്തിൻ്റെ ആദ്യ 2 ഘട്ടങ്ങളെക്കുറിച്ചുള്ള 982 പേജുള്ള റിപ്പോർട്ട് ശ്രീ രാമകൃഷ്ണ സമർപ്പിച്ച് 2 വർഷത്തിന് ശേഷം കഴിഞ്ഞ മാസം ഒരു പുതിയ വിവാദം കൂടി ഉണ്ടായി. ASI അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തിരുത്തി എഴുതാൻ ഉത്തരവിട്ടെങ്കിലും ശ്രീ രാമകൃഷ്ണൻ അതിന് തയ്യാറായില്ല. എന്തുകൊണ്ടാണ് 2 വർഷം റിപ്പോർട്ട് പൂഴ്ത്തിയത് എന്നതിന് ഉത്തരവന്വേഷിച്ചിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്. ഈ അഭിപ്രായ വ്യത്യാസം കേന്ദ്രവും തമിഴ്നാടും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷത്തിന് കാരണമായി. BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തമിഴരെ 2ാം തരം പൗരന്മാരായി കണക്കാക്കുന്നുവെന്ന് സംസ്ഥാന പുരാവസ്തു വകുപ്പ് മന്ത്രി തങ്കം തെന്നരശ് ആരോപിച്ചു. അങ്ങനെ കീഴടി തമിഴ്നാടിൻ്റെ അഭിമാന പ്രശ്നമായി മാറി. 1 ദശാബ്ദത്തിലേറെ കാലം ASIയുടെ സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റായിരുന്ന അമർനാഥ് രാമകൃഷ്ണ കീഴടിയിലെ പള്ളിച്ചന്തൈ ടൈഡൽ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഖനനം ആരംഭിച്ചത്. അതേതാണ്ട് 100 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു തെങ്ങിൻ തോപ്പാണ്. കീഴടിയിൽ നിന്ന് അഭിവൃദ്ധി പ്രാപിച്ച ഒരു വികസിത നഗര സമൂഹത്തിൻ്റെ തെളിവുകളാണ് ലഭിച്ചത്. അതിലും ശ്രദ്ധേയമായ കാര്യം കണ്ടെടുക്കപ്പെട്ട വസ്തുക്കൾക്ക് 2160 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വെളിപ്പെടുത്തിയ കാർബൺ ഡേറ്റിംഗ് ആയിരുന്നു. അതിലെ മറ്റൊരു പ്രത്യേകത ഉത്ഖനന സ്ഥലം നാഗരികതയുടെ മതേതര സ്വഭാവത്തെക്കുറിച്ച് സൂചന നൽകുന്നു എന്നുള്ളതാണ്. മതപരമായ ചിഹ്നങ്ങളുടെ യാതൊരു അടയാളങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. തമിഴ് ചരിത്രകാരന്മാരും മറ്റ് ചരിത്ര തൽപരരും ഇതിനെ ഒരു വികസിത പുരാതന തമിഴ് നാഗരികതയുടെ തെളിവായി കണ്ടു. എന്നാൽ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ വല്ലാതെ മാറിയത്. 2017 അമർനാഥ് രാമകൃഷ്ണനെ അസമിലേക്ക് സ്ഥലം മാറ്റിയതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. പദ്ധതിക്ക് ഒരു തിരിച്ചടിയായി പലരും ഈ നീക്കത്തെ കണ്ടു. അന്ന് രാഷ്ട്രീയ വിമർശകർ കേന്ദ്രം ഖനനം മനഃപൂർവ്വം പാളം തെറ്റിച്ചു എന്നാരോപിച്ചു. കൂടുതൽ ഖനനങ്ങൾക്ക് ധനസഹായവും പിന്തുണയും വാഗ്ദാനം ചെയ്ത കേന്ദ്രം പക്ഷേ 2ാം ഘട്ടത്തിന് ശേഷം പതിയെ പിന്മാറി. അതേസമയം പ്രശ്നം കോടതികളിലെത്തി. മദ്രാസ് ഹൈക്കോടതി ഇടപെട്ടു. ജഡ്ജിമാർ ഖനന സ്ഥലം സന്ദർശിച്ചു. തുടർന്ന് അവർ ASIയോട് ഖനനം തുടരാൻ നിർദ്ദേശിക്കുകയും തമിഴ്നാട് പുരാവസ്തു വകുപ്പിന് ഇതിൽ പങ്കാളികളാകാൻ അനുവദിക്കുകയും ചെയ്തു. സംസ്ഥാന പുരാവസ്തു വകുപ്പ് അങ്ങനെ 2019
കീഴടി BC 6-ാം നൂറ്റാണ്ടിനും CE 1-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള സംഘകാലഘട്ടത്തിലെ ഒരു നഗരവാസ കേന്ദ്രമാണെന്ന് അവകാശപ്പെടുന്ന ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. തമിഴ് പൈതൃകത്തെ അടിച്ചമർത്താൻ കേന്ദ്രം ശ്രമിക്കുകയാണെന്ന് ചിലർ ആരോപിച്ചതോടെ പ്രാദേശിക രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കും ചൂടുപിടിച്ചു. 2017 കോടതി ഇടപെടലിനെ തുടർന്ന് രാമകൃഷ്ണയ്ക്ക് പകരം പുരാവസ്തു ഗവേഷകനായ PS ശ്രീരാമൻ്റെ നേതൃത്വത്തിൽ ഖനനങ്ങൾ 3-ാം ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. വെറും 400 ചതുരശ്ര മീറ്റർ മാത്രം ഖനനം ചെയ്ത ശേഷം മുമ്പ് കണ്ടെത്തിയ ഇഷ്ടിക ഘടനകൾക്ക് തുടർച്ചയില്ലെന്നാണ് ശ്രീരാമൻ റിപ്പോർട്ട് ചെയ്തത്. കീഴടിയുടെ പ്രാധാന്യത്തെ കേന്ദ്രം മനഃപൂർവ്വം കുറച്ചു കാണുകയാണെന്ന ആരോപണം ഇതോടെ കൂടുതൽ ശക്തമായി. 3-ാം ഘട്ട ഖനനം മുതൽ സംസ്ഥാന പുരാവസ്തു വകുപ്പാണ് പദ്ധതിയുമായി മുന്നോട്ട് പോയത്. എന്നാൽ ഈ കണ്ടെത്തലുകൾ പ്രശ്നം പരിഹരിക്കാൻ സഹായിച്ചില്ല. വീണ്ടും തമിഴ്നാട്ടിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട അമർനാഥ് രാമകൃഷ്ണൻ 2023 ജനുവരിയിൽ ഉത്ഖനനത്തിൻ്റെ ആദ്യ 2 ഘട്ടങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിച്ചതോടെ നാടകീയത വീണ്ടും വർദ്ധിച്ചു. ഏകദേശം 2.5 വർഷത്തോളം കഴിഞ്ഞ് ഇക്കഴിഞ്ഞ മാസം ASI രാമകൃഷ്ണനോട് റിപ്പോർട്ടിലെ കാലഘട്ടം തിരുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തയച്ചു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചില കണ്ടെത്തലുകളുടെ കാലഗണനയെയും ആഴത്തെയും ചോദ്യം ചെയ്യുകയും ആദ്യകാല കാലഘട്ടത്തിൻ്റെ തെളിവുകൾ ആവശ്യപ്പെടുകയും ചെയ്തു. റിപ്പോർട്ടിലെ കാലഗണന ശരിയാണെന്ന് തോന്നുന്നില്ലെന്നും കൂടുതൽ വിശകലനം ആവശ്യമാണെന്നുമാണ് കാരണം പറഞ്ഞത്. എന്നാൽ അമർനാഥ് രാമകൃഷ്ണൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്ന് തൻ്റെ നിഗമനങ്ങൾ മാറ്റിയെഴുതാൻ വിസമ്മതിച്ചു. കർശനമായ പുരാവസ്തു മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള തൻ്റെ റിപ്പോർട്ട് ശാസ്ത്രീയമായി ശരിയാണെന്ന വാദത്തിൽ ഉറച്ചു നിന്നു. റിപ്പോർട്ടിൻ്റെ കാലഗണനയ്ക്ക് സ്ട്രാറ്റിഗ്രാഫിക് സീക്വൻസുകൾ, മെറ്റീരിയൽ സംസ്കാരം, ആക്സിലറേറ്റർ മാസ് സ്പെക്ട്രോമെട്രി എന്നിവ പോലും ശരിയെന്ന് തെളിയിച്ചെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ഈ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ASIയുടെ തീരുമാനത്തെ വിമർശിച്ചു. തമിഴ് പൈതൃകത്തെ അടിച്ചമർത്താനുള്ള നഗ്നമായ ശ്രമമാണിതെന്നാണ് അവർ വിശേഷിപ്പിച്ചത്. കീഴടിയുടെ പ്രാധാന്യം അംഗീകരിക്കാൻ കേന്ദ്രം വിസമ്മതിച്ചത് ശാസ്ത്രത്തെക്കുറിച്ച് മാത്രമല്ല, അതിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടിയാണെന്നാണ് അവർ പറയുന്നത്. ശ്രീരാമകൃഷ്ണൻ്റെ കണ്ടെത്തലുകൾക്ക് സാങ്കേതികമായി പിന്തുണയില്ലെന്നും കണ്ടെത്തലുകൾ സാധൂകരിക്കാൻ കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾ ആവശ്യമാണെന്നും കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. ഒരൊറ്റ കണ്ടെത്തൽ കൊണ്ട് മാത്രം ഇതുവരെയുള്ള മുഴുവൻ വ്യവഹാരങ്ങളെയും മാറ്റാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കൂടുതൽ ഫലങ്ങളും ഡാറ്റയും തെളിവുകളും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തമിഴ്നാട് ധനമന്ത്രിയും പുരാവസ്തു വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നയാളുമായ തങ്കം തെന്നരശ് ഈ വിഷയത്തിൽ പ്രത്യേകമായി ശബ്ദമുയർത്തിയിട്ടുണ്ട്. നമ്മൾ ഒരേ രാജ്യത്താണെങ്കിലും ഇതര സർക്കാരുകളോട് എന്തിനാണിത്ര വിവേചനമെന്നും തമിഴരെ 2-ാം തരം പൗരന്മാരായി കണക്കാക്കാനുള്ള അവരുടെ അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണോ ഇത് എന്നുമാണ് അദ്ദേഹം ചോദിച്ചത്. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം കീഴടിയെക്കുറിച്ചല്ല, മറിച്ച് തമിഴ് സ്വത്വത്തിനും ചരിത്രത്തിനും വേണ്ടിയുള്ള പ്രതീകാത്മക പോരാട്ടം കൂടിയാണ്. നിലവിലില്ലാത്ത സംസ്കൃത നാഗരികതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനിടയിൽ കേന്ദ്രം തമിഴ് നാഗരികതയെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്ന് MDMK നേതാവ് വൈക്കോയും ആരോപിച്ചു. കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിഗൂഢമായ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നാണ് പൊതുവെ എല്ലാവരുടെയും അഭിപ്രായം. തമിഴ്നാട് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അതിൻ്റെ പൈതൃകം ആഘോഷിക്കപ്പെടേണ്ടത് ഭിന്നിപ്പിക്കുന്ന വികാരങ്ങളിലൂടെയല്ല, മറിച്ച് ശാസ്ത്രീയവും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ളതുമായ അറിവിലൂടെയാണെന്നും ശ്രീ ഷെഖാവത്ത് തൻ്റെ നിലപാടിനെ ന്യായീകരിച്ചു. ഏതെങ്കിലും റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഒരു മടിയുമില്ലെന്നും അത്തരം ഗവേഷണങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ സംസ്ഥാനത്തോടൊപ്പം നിൽക്കുന്നതിൽ അഭിമാനിക്കുമെന്നും ശ്രീ ഷെഖാവത്ത് മുഖ്യമന്ത്രി MK സ്റ്റാലിനോട് പറഞ്ഞു. റിപ്പോർട്ട് ശാസ്ത്ര സമൂഹം അംഗീകരിക്കണമെങ്കിൽ കൂടുതൽ ശക്തമായ തെളിവുകൾ ഇനിയും ആവശ്യമാണെന്നാണ് ഷെഖാവത്ത് പറയുന്നത്. ഇല്ലാത്ത സരസ്വതി നദി തിരയാനും കടലിൽ മുങ്ങിയ ദ്വാരക കണ്ടെത്താനും കോടികൾ ചിലവഴിക്കുന്നവർ ഇക്കാര്യത്തിൽ ശാസ്ത്രീയ തെളിവ് ചോദിക്കുമ്പോൾ കേൾക്കാൻ നല്ല രസമാണ്. അതിലും ധാരാളം തെളിവുകളുണ്ടല്ലോ പള്ളികൾക്കടിയിലെ ശിവലിംഗങ്ങൾക്കും ശ്രീരാമനുമൊക്കെ. സത്യത്തിൽ കേന്ദ്രം ഉയർത്തുന്നത് തൊടിന്യായങ്ങളാണ്.
അവർക്ക് തികച്ചും പ്ലാൻഡ് ആയിട്ടുള്ള പദ്ധതിയുണ്ട്. കാലഗണനയിൽ കീഴടി അവരുയർത്തുന്ന അവകാശവാദങ്ങൾക്കൊരു തടയാകും. അവരിപ്പോൾ തീവ്ര ഹിന്ദുത്വ രാജ്യത്തിനായുള്ള അടിത്തറ നിർമ്മാണത്തിൻ്റെ പണിപ്പുരയിലാണ്. ഒന്നാമത് ആര്യ അധിനിവേശം എന്ന അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യത്തെ റദ്ദ് ചെയ്യണം. അവർ പുറത്തുനിന്ന് വന്നവരല്ലെന്നും സിന്ധു നദീതട സംസ്കാരം അവരാണ് സൃഷ്ടിച്ചതെന്ന് സ്ഥാപിച്ചെടുക്കണം. അതിൻ്റെയൊക്കെ മുന്നൊരുക്കത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ അടുത്ത ദിവസങ്ങളിലായി നടക്കുന്ന ഭരണഘടനാ വിവാദങ്ങളും മറ്റും. അവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നവരാണെങ്കിൽ ഋഗ്വേദം എഴുതാൻ ഇവിടെ നിന്നും സിറിയയിലേക്ക് പോയോ എന്നാരും ചോദിക്കുന്നില്ല. എത്രയൊക്കെ ആയാലും തെക്കും വടക്കും തമ്മിൽ സംസ്കാരത്തിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. 542 മേൽ നാട്ടുരാജ്യങ്ങളെ ഒരു വിധത്തിലൊക്കെ വിളക്കി ചേർത്തതാണ് ഇന്നത്തെ ഇന്ത്യ. അതിൽ ഇനിയും കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ അതിൻ്റേതായ പ്രതികരണം സ്വാഭാവികമാണ്. അധികാരത്തിൻ്റെ മറക്കട മുഷ്ടി കൊണ്ട് മാത്രം അതിനെ തടയാൻ കഴിഞ്ഞെന്ന് വരില്ല. തമിഴ്നാട് ഈ സംഭവത്തെ അഭിമാനത്തിൻ്റെയും സാംസ്കാരികവും ചരിത്രപരവുമായ അംഗീകാരത്തിൻ്റെയും വിഷയമായിട്ടാണ് കാണുന്നത്. സംസ്ഥാന സർക്കാർ അതിൻ്റെ ഉത്ഖനനങ്ങൾ തുടരുകയാണ്. ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു പുതിയ മ്യൂസിയം കീഴടിയിൽ ഇതിനകം തന്നെ തുറന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.